പോലീസുകാര് അനിയത്തിമാരെ ദ്രോഹിക്കുമെന്നാ. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനിയായാലും അങ്ങനെ സംഭവിക്കില്ല. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എല്ലാരും ഇപ്പോ എന്നെ അന്വേഷിക്കുകയായിരിക്കും. കുട്ടികള് പേടിച്ചിട്ടും ഉണ്ടാവും. അതൊന്നും ഓർത്ത് അമൃത വിഷമിക്കണ്ട. മുന്നേ വിവേകിനെ വിളിച്ച വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോ അഭിമന്യുവിനെ വിളിച്ചു. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. സുരക്ഷിതമായിട്ട് നീ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റാരെ അറിയിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. എത്ര നാളാ ഇങ്ങനെ ഒളിച്ചു താമസിക്ക? ഇന്നും നാളെയും കോടതി അവധിയാ. അത് കഴിഞ്ഞ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം. അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുവരെ നിന്നെ ഞാൻ എന്റെ കൂടെ നിർത്തും. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു. മാഡം എങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എന്നെ മുന്നിലെത്തി? അപ്രതീക്ഷിതമായിട്ടൊന്നുമല്ല. ഞാൻ ഇന്നലെ വിവേകിനെ വിളിച്ചു. സാധാരണ അവൻ എന്റെ ഫോൺ എടുക്കാറുള്ളതല്ല. ഇന്നലെ ബെല്ലടിച്ചപ്പോ തന്നെ എടുത്തു. അപ്പോഴേ ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ രഹസ്യമായിട്ട് ഞാൻ അമൃത അന്വേഷിച്ചു. അങ്ങനെയാ അമൃത അനന്തകൃഷ്ണനൊപ്പം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ അനന്തകൃഷ്ണനെ വിളിച്ചിരുന്നു. അങ്ങനെ അമൃത വഴിയിൽ ഇറക്കിയത്.